ഞാൻ ചോദിക്കണം, ഇപ്പോൾ എന്തും ആയിക്കോട്ടെ, യുദ്ധത്തിന് പല കാരണങ്ങളുണ്ടാകും. ഈ കൊച്ചുങ്ങളെ കൊല്ലണം എന്തിനാ? നമ്മൾ പണ്ടത്തെ പോലെ 2 സൈനികരെ അടിച്ചു തീർക്കുന്നത്, ഇതിപ്പോൾ എന്തിനാ കൊച്ചുങ്ങളെയും ഇപ്പോൾ സ്ത്രീകളെ കൊല്ലണം എന്തിനാ? എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്രോ. എൻ്റെ കണ്ണുകൾ ഞാൻ എൻ്റെ ഉമ്മച്ചിനായിട്ടൊക്കെ റിലേറ്റ് ചെയ്യും. എനിക്ക് അത് അറിഞ്ഞു പഠിച്ചത്. അപ്പോൾ ഞാൻ അതെൻ്റെ ചിലപ്പോൾ ഒരു കുറവായിരിക്കാം. എനിക്ക് അങ്ങനെ ഒരു ഇമോഷണലി അങ്ങനെ ഒരു ആളായതിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാവാം. പക്ഷെ അതല്ലല്ലോ ബ്രോ. എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പം പണ്ടത്തെ പോലെ അടിച്ചു തീർക്കുന്നേ. ഒരു അറ്റത്തുനിന്ന് 100 പേര് അവിടെ നിന്ന് പഠിക്കും, ഇവിടെ നിന്ന് പഠിക്കും. അത് ആരെ ജയിക്കണം, അവരെന്താണെന്ന് വെച്ചാൽ എഴുതിയെടുക്കും, ഓയിലെടുക്കും, മറ്റെടുക്കും, മറിച്ച് ഉണ്ടാകുന്ന കൊച്ചുങ്ങളെ കൊല്ലണം എന്തിനാണ്? അതെന്തിനാ അങ്ങനെ ചെയ്യണത് ഇവര്? അതോ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. എന്തൊക്കെ അനീതികളാണ് ബ്രോ ഈ വെറുതെ വാട്ട് എവർ ഇറ്റ് ഇസ്. എന്ത് ജനിച്ചു വീണ നമ്മുടെ മതം നമ്മൾ തീരുമാനിച്ചാണ് ജനിച്ചത്. ഈ മതത്തിന്റെ പേരിൽ ഒരാളെ ചൂഷണം ചെയ്യണം ശരിയാണോ? ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അപ്പുറത്താണെങ്കിൽ ഞാൻ ഒരു ഹിന്ദു അല്ലേ, എൻ്റെ അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യൻ അല്ലേ? അപ്പോൾ ഇതിന്റെ പേരിലൊക്കെ ഒരാളെ നമ്മൾ ഒരു പറ്റത്തെ ആൾക്കാരെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഒരു ചൂഷണം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിലും ഉണ്ട്. നല്ലതും ചീത്ത എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ ഒരാളിൽ തന്നെ ഇല്ലേ നല്ലതും ചെയ്തതും? പെർഫെക്റ്റ് ആയിട്ട് നല്ലതെന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. എന്നിലുണ്ട് മോശമുണ്ട്, ഞാൻ അത്ര നല്ല ആളൊന്നുമല്ല, എന്നാൽ എന്നിൽ നന്മയുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് എല്ലാവരും.